പല ആളുകളും ചോദിക്കാറുണ്ട് ഒരാളെ പേരിൽ തന്നെ 2 രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റുമോ എന്നുള്ളത്. നിങ്ങൾ ഡിഫറൻറ്റ് ആയിട്ടുള്ള ബിസിനസ്സാണ് ചെയ്യുന്നത്, അത് ഡിഫറൻറ്റ് ആയിട്ടുള്ള ലൊക്കേഷനിലാണ് നിങ്ങൾ ആ ബിസിനസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 2 GST രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റും. അപ്പോൾ മേ ബി നിങ്ങളൊരു പുതിയ GST രജിസ്ട്രേഷന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് മേ ബി ഏകദേശം ഒരേ സ്ഥലത്താണെങ്കിൽ മേ ബി ഒരു കുറി വരാം, എന്തിനാണ് നിങ്ങൾ GST എടുക്കുന്നത്. സോ നിങ്ങൾ അതിന് റിപ്ലൈ കൊടുത്താൽ ഇന്ന പർപ്പസിനാണ് ഞാൻ ബിസിനസ് ചെയ്യുന്നത്, എൻ്റെ ഡിഫറൻറ്റ് ആയിട്ടുള്ളതാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെപ്പറേറ്റ് GST രജിസ്ട്രേഷൻ എടുത്ത് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് ഒരു GST തന്നെ 2 ബിസിനസ്സിൻ്റെ ഡാറ്റ എൻ്റർ ചെയ്യാൻ പറ്റുമോ, അതല്ലെങ്കിൽ ടാക്സ് അടിച്ചാണ്ട് ഫയൽ ചെയ്ത് പോകാൻ പറ്റുമോ എന്നുള്ളത് ചോദിക്കാറുണ്ട്. അങ്ങനെയും ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അത് കൃത്യമായ രീതിയിൽ അത് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടെങ്കിൽ, അതായത് സെപ്പറേറ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ അതിൽ സെപ്പറേറ്റ് സീരീസ് വെച്ചിട്ട് ഫോളോ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു GST തന്നെ നിങ്ങളുടെ 2 ബിസിനസ്സിൻ്റെ ഡീറ്റെയിൽസും കൊടുത്താണ്ട് ചെയ്യാൻ പറ്റും. മേ ബി ബ്രാഞ്ചുകളാണെങ്കിൽ നിങ്ങൾ ഒരേ ബിസിനസ് തന്നെ 2-3 ബ്രാഞ്ച് ആണെങ്കിൽ അത് നമുക്ക് ഓൾറെഡി അതിൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി എൻ്റെ ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് GST എടുക്കാം. അതായിരിക്കും ഒന്നും കൂടി കൺവീനിയൻറ്റ്. നിങ്ങൾക്ക് കറക്റ്റ് കൃത്യമായ രീതിയിൽ കാര്യങ്ങളൊക്കെ കിട്ടാൻ ഏറ്റവും നല്ലത് സെപ്പറേറ്റ് GST രജിസ്ട്രേഷൻ എടുക്കുകയാണ്. അതല്ല നിങ്ങൾ ഒരേ മോഡൽ ബിസിനസ് അതിൻ്റെ ബ്രാഞ്ചസ് ആണെങ്കിൽ ഒരു GST രജിസ്ട്രേഷൻ തന്നെ മതി. ഇതുപോലുള്ള ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യാം.